ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഒരിക്കൽ കൂടി അമ്മൂസ് ക്രിയേഷൻ ചാനലിലോട്ട് സ്വാഗതം. അപ്പം നമ്മൾ സാധാരണ എല്ലാ തിങ്കളാഴ്ചയും വെള്ളിയാഴ്ചയാണ് വീഡിയോ ഇടാറ്. ഞാൻ അതിൽ നിന്ന് ഒരു ചേഞ്ച് വരുത്തിയിട്ടുണ്ട്. ഇനി മുതൽ എല്ലാ ബുധനാഴ്ചയും ശനിയാഴ്ചയായിരിക്കും വീഡിയോ ഇടുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണാൻ പോകുന്നത് ഒരു ചെമ്പരത്തിപ്പൂ ഡിസൈനാണ്. അപ്പോൾ ആ ചെമ്പരത്തിപ്പൂ ഡിസൈൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാ സാരികളിലും നമ്മൾ യൂഷ്വലി കാണുന്ന ഒന്നെങ്കിൽ ഒരു റോസാപ്പൂ ആയിരിക്കും, അതല്ലെങ്കിൽ കുഞ്ഞു ഫ്ലവർ ബഡ്സ്, കുഞ്ഞു കുഞ്ഞു പൂക്കളൊക്കെ ആയിരിക്കും. ചെമ്പരത്തിപ്പൂ യൂഷ്വലി നമ്മൾ തയ്ച്ച് കാണാത്ത ഒരു ഡിസൈനിങ് ആണ്. അപ്പോൾ ആ ഒരു ഡിസൈനാണ് നമ്മൾ ചെയ്യുന്നത്. അതൊരു ഓർഗൻഡി സാരിയിലാണ് ചെയ്യുന്നത്. നമ്മൾ ബേസിക് ആയിട്ട് പഠിച്ചിരിക്കുന്ന സ്റ്റിച്ചസ് മാത്രം ഉപയോഗിച്ച് തയ്ക്കുന്ന ഒരു ഡിസൈനിങ് ആണ്. അപ്പോൾ കഴിഞ്ഞ കുറച്ച് വീഡിയോകളിൽ ഞാൻ ഡിസൈൻ ഇടാൻ മറന്നു പോയിട്ടുണ്ടായിരുന്നു. അപ്പം കുറേ പേര് റിക്വസ്റ്റ് ചെയ്തു, എന്താ ഇപ്പോൾ ഡിസൈൻ എൻഡ് ഓഫ് ദി വീഡിയോ പ്രൊവൈഡ് ചെയ്യാത്തേ എന്ന് ചോദിക്കാറുണ്ട്. അപ്പം ഇന്നത്തെ വീഡിയോയിലത്തെ ഡിസൈൻ, ഈ സാരിയുടെ ഡിസൈൻ ഞാൻ ഈ വീഡിയോയുടെ അവസാനം ഇട്ടിട്ടുണ്ടാവും ബ്ലൂ പ്രിൻറ്റ്. അപ്പോൾ ആവശ്യമുള്ളവർക്ക് എടുക്കാം. പിന്നെയുള്ള കംപ്ലയിൻറ്റ്സ് വരുന്നതാണ് വീഡിയോയുടെ ഈ ഇമേജ് ബ്ലൂ പ്രിൻറ്റിൻ്റെ ഒരു ലെങ്ത്തും വിഡ്ത്തും ഒന്ന് പറയാമോ? അത് ഞങ്ങൾ ബ്ലൂ പ്രിൻറ്റ് എടുക്കുമ്പോൾ അല്ലെങ്കിൽ പ്രിൻ്റ് ഔട്ട് എടുക്കുമ്പം ബുദ്ധിമുട്ടാണ്, എനിക്ക് സെയിം സൈസ് കിട്ടുന്നില്ല എന്നുള്ള ഒരു കംപ്ലയിൻറ്റ് വരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ പറയുന്നുണ്ട് ആ ഇമേജിന് അല്ലെങ്കിൽ ആ ഡിസൈനിന് എത്രയാണ് ലെങ്ത്തും വിഡ്ത്തും ഒക്കെ വരുന്നത് എന്നുള്ളത്. അപ്പോൾ അതനുസരിച്ച് നിങ്ങൾ എൻലാർജ് ചെയ്തിട്ട് പ്രിൻ്റ് ഔട്ട് എടുത്തേച്ചാൽ മതി. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. എങ്ങനെയാണ് തയ്ക്കേണ്ടത് എന്നുള്ളത് നമുക്കൊന്ന് കണ്ടു നോക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. അപ്പോൾ നമുക്ക് കണ്ടു നോക്കാം. അപ്പോൾ നമ്മൾ ലൈറ്റ് സാൻഡൽവുഡ് കളർ സാരി, ഓർഗൻഡി സാരിയിലാണ് ഡിസൈൻ ചെയ്യാൻ പോണത്. നമ്മൾ ഡിസൈൻ ഇവിടെ എടുത്തിരിക്കുന്ന ഒരു ചെമ്പരത്തി പൂവിൻ്റെ ഡിസൈനാണ്. ഇതിൻ്റെ വിഡ്ത്ത് വന്നിട്ട് 3.5 ഇഞ്ചും ഹൈറ്റ് 2 ഇഞ്ചുമാണ്. വളരെ കുഞ്ഞൊരു ഡിസൈൻ, ഒത്തിരി കുഞ്ഞതല്ല, എന്നാലും ഒത്തിരി വലിയ ഡിസൈനും അല്ല. അപ്പോൾ ഈ ഒരു ഡിസൈൻ്റെ ബ്ലൂ പ്രിൻറ്റ് വീഡിയോയുടെ അവസാനം നമ്മൾ ഇട്ടിട്ടുണ്ടാകും. ഓർഗൻഡി സാരി ആയതുകൊണ്ട് തന്നെ നമുക്കിങ്ങനെ ട്രാൻസ്പെറൻ്റ് ആയിട്ട് കാണും. കാർബൺ പേപ്പറിൻ്റെ ഒന്നും ആവശ്യമില്ല, ഇതുവരെ നോക്കി വെച്ചാൽ മതി. അപ്പോൾ ഇതിൻ്റെ ഡിസൈൻ ഞാൻ ഓൾറെഡി വരച്ചു വെച്ചിട്ടുണ്ട്, ഫ്രെയിം ഇട്ട് വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഈ ഒരു ഡിസൈനിൽ തന്നെ നമ്മൾ 5 സ്റ്റിച്ചസാണ് യൂസ് ചെയ്യുന്നത്. ബേസിക് സ്റ്റിച്ചസ് തന്നെയാണ്, 5 എണ്ണം നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ലീഫ് തയ്ക്കാനായിട്ട് ഞാൻ ഗ്രീൻ കളർ ത്രെഡാണ് എടുത്തിരിക്കുന്നത്. അത് 3 strands ആണ് ഞാൻ യൂസ് ചെയ്യുന്നത്. കളർ കോഡ്, ആങ്കർ കളർ കോഡ് 211 ആണ്. അപ്പോൾ ഇവിടെ നമ്മൾ ഫിഷ് ബോൺ ആണ് തയ്ക്കുന്നത്. ഫിഷ് ബോൺ തയ്ക്കുന്നതിന് ഒരു പ്രത്യേകത എന്നുള്ളത് ഈ ഒരു ഡിസൈനിൽ നമുക്ക് കാണാം. ഇതിൻ്റെ ഇവിടെ ഞാനൊരു ഹോള് വരച്ച് വെച്ചിട്ടുണ്ട്, ഒരു ഓവൽ ഷേപ്പ്. അവിടെ നമുക്ക് ഹോളായിട്ട് തന്നെ വേണം, എന്ന് വെച്ചാൽ തയ്യൽ വേണ്ട. അപ്പോൾ അങ്ങനെ രീതിയിൽ, ആ ഒരു രീതിയിൽ വേണം നമ്മൾ ഫിഷ് ബോൺ തയ്ച്ച് വരാനായിട്ട്. അപ്പോൾ സാധാ ഫിഷ് ബോൺ തയ്ക്കുന്നവർ തന്നെ ആദ്യം സ്ട്രെയിറ്റ് ലൈൻ തയ്ച്ചു. അത് കഴിഞ്ഞിട്ട് സൈഡിൽ നിന്ന് നമ്മൾ തുടങ്ങുകയാണ്. തൊട്ട് താഴെയായിട്ട് കുത്തുന്നു. ഇപ്പുറത്തെ സൈഡിൽ നിന്ന് ഇനി എടുക്കണം. അങ്ങനെ 2 സൈഡിൽ നിന്നും ആയിട്ടാണ് നമ്മൾ കുത്തിയെടുക്കുന്നു. തൊട്ട് താഴെ താത്തുന്നു. അങ്ങനെ നമ്മൾ ഒരു ഓവൽ വരച്ചേക്കുന്നതിൻ്റെ ടിപ്പ് വരെ നമ്മൾ അങ്ങനെ തയ്ച്ചു വരും. ഞാനിവിടെ 3 strands ആയി എടുത്തേക്കുന്നത്. 4 strandsോ 6 strandsോ വേണമെങ്കിൽ എടുക്കാം, പ്രൊജക്റ്റ് ചെയ്തിരിക്കണം എന്നുണ്ടെങ്കിൽ. ഇവിടെ ഇപ്പം ഞാൻ മുഴുവൻ ഫുൾ ഫ്ലവറും തയ്ക്കുന്ന എല്ലാ കളേഴ്സും 3 strands തന്നെ യൂസ് ചെയ്തിട്ടാണ് തയ്ക്കുന്നത്. ഇനിയിപ്പോൾ നമ്മൾ ഇവിടെ സ്പ്ലിറ്റ് ചെയ്യാൻ പോവുകയാണ്. ഇനി ഫുൾ 2 സൈഡും കൂടെ ഒരുമിച്ച് പോയിൻ്റ് ചെയ്യുകയല്ല ചെയ്യണത്. ഇതിഞ്ഞ് മാറിക്കൊണ്ടിരിക്കും. ഇവിടെ ഇത്തിരി മാറ്റിയാണ് കുത്തുന്നത്, അവിടെ ആ പോയിൻറ്റിലല്ല കുത്തുന്നത്. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കേണ്ടതാണ്. ഇനി നമ്മൾ ഈ സൈഡിലോട്ട് പോകുന്നില്ല. ഇപ്പുറത്തെ സൈഡിൽ നിന്ന് കുത്തി ഈ ഒരു സൈഡ് ഫുള്ളും ഫില്ല് ചെയ്ത് കഴിഞ്ഞിട്ടാണ് ഇപ്പുറത്തെ സൈഡിലോട്ട് പോകുന്നത്. എന്നുവെച്ചാൽ ഇപ്പം അങ്ങോട്ടും ഇങ്ങോട്ടും പോയിട്ടുണ്ടെങ്കിൽ ഈ താഴെ മുഴുവനും ഈ ത്രെഡിൻ്റെ ഡാർക്ക്നെസ് കാണാൻ പറ്റും. അതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ ചെയ്യാത്തത്. അപ്പുറം ഇപ്പുറമായിട്ട് ഒരുമിച്ച് സാധാ ഫിഷ് ബോൺ തയ്ക്കണവരെ തയ്ച്ച് പോവാത്തത്. ഇവിടെ മാത്രം നമ്മൾ തയ്ച്ച് പോകണു. അത് കഴിഞ്ഞിട്ട് അപ്പുറത്തെ സൈഡിൽ തയ്ക്കും. അപ്പോൾ ഇതിപ്പോൾ ഫിഷ് ബോൺ എന്ന് പറയാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ നമ്മൾ സാറ്റിൻ സ്റ്റിച്ച് തയ്ക്കണവരെ തന്നെ ഫില്ല് ചെയ്ത് പോകുന്നു എന്നേ ഉള്ളൂ.
ആദ്യം സ്റ്റാർട്ടിങ് ഫിഷ് ബോണിൻ്റെ സ്റ്റിച്ചാണ് ചെയ്തെങ്കിലും ഇപ്പോൾ നമ്മൾ ഇങ്ങോട്ടേക്ക് വന്നപ്പം ഫിഷ് ബോൺ തയ്ക്കാനായിട്ട് അപ്പുറത്തൊന്നും എടുക്കുന്നില്ലല്ലോ. അപ്പോൾ നമ്മൾ ഈ ഒരു സൈഡ് തയ്ച്ചു കഴിഞ്ഞ് ഇനി ഇപ്പുറത്തെ സൈഡിലോട്ടാണ് പോകുന്നത്. അപ്പോൾ ഇപ്പുറത്തെ സൈഡിലോട്ട് പോകുമ്പോൾ ഇങ്ങനെ നമ്മൾ എടുക്കുമ്പോൾ അടിയിൽ കൂടി ഒരു ത്രെഡ് ഇതുപോലെ പാസ് ചെയ്യുന്നതുണ്ടാകും. അത് ഒരു വട്ടം കാണുമ്പോൾ തന്നെ നമുക്ക് കാണാം ഇതിൻ്റെ ഈ ട്രാൻസ്പെറൻ്റ് ആയിട്ട് ഇങ്ങനെ കാണുന്ന കറുത്ത കളർ. അപ്പോൾ നമ്മൾ ഇപ്പുറയും കൂടെ ഒരുമിച്ച് തയ്ച്ചു പോയാൽ എന്തോരം ഡാർക്ക്നെസ് ആയിട്ട് കാണും എന്നുള്ളത് നമുക്ക് ഊഹിക്കാമല്ലോ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അങ്ങനെ തയ്ച്ചു പോകരുത്. ഒരു സൈഡ് തയ്ച്ച് കഴിഞ്ഞിട്ട് മറ്റേ സൈഡ് തയ്ക്കാമുള്ളൂ. അത് ഈ ട്രാൻസ്പെറൻറ്റ് മെറ്റീരിയൽ ആയതുകൊണ്ടാണ് കേട്ടോ. അല്ല കോട്ടൻ്റെ മെറ്റീരിയലൊക്കെ ആണെങ്കിൽ രണ്ട് സൈഡും ഒരുമിച്ച് തന്നെ തയ്ച്ചു പോകാം, കുഴപ്പമൊന്നുമില്ല. ഇതുപോലെ തന്നെ മറ്റേ സൈഡും ബാക്കിയുള്ള ലീവ്സും നമുക്ക് ഫില്ല് ചെയ്തെടുക്കാം. നമ്മൾ ലീവ്സ് എല്ലാ 4 ലീവ്സും അതുപോലെ തയ്ച്ചു വെച്ചിട്ടുണ്ട്. അപ്പം നമുക്ക് കാണാം ഇടയിലൊരു ഹോളായിട്ടുള്ളത്. അത് വേണമെങ്കിൽ നിങ്ങൾക്ക് ലൈറ്റ് കളർ ത്രെഡും കൊണ്ട് വേണമെങ്കിൽ ഫില്ല് ചെയ്യാം, അല്ലെങ്കിൽ ഇങ്ങനെ തന്നെ വെച്ചാൽ മതി. നല്ല ഭംഗിയായിട്ട് തന്നെ ഇരിക്കുന്നുണ്ട്. ഇനി നമ്മൾ ഇവിടെ നടുക്കത്തെ പോർഷനാണ് തയ്ക്കുന്നത്. അതിനൊരു മെറൂൺ കളർ ത്രെഡാണ് എടുത്തേക്കുന്നത്. അതിൻ്റെ കളർ കോഡ് ആങ്കർ കളർ കോഡ് 20 ആണ്, 020. അപ്പോൾ ഇവിടെ നമ്മൾ സ്റ്റെം സ്റ്റിച്ചാണ് തയ്ക്കുന്നത്. സ്റ്റെം സ്റ്റിച്ച് നമ്മൾ 3 സ്ട്രാൻഡ്സും കൊണ്ടാണ് ഇവിടെ തയ്ക്കുന്നത്. ഒരു ഔട്ട്ലൈൻ തയ്ച്ചിട്ട് ഉള്ളിലും സ്റ്റെം സ്റ്റിച്ച് വെച്ച് തന്നെ അതിൻ്റെ ഫുൾ ഈ തണ്ടും നമ്മൾ ഫില്ല് ചെയ്യണത്. അത് 2 or 3 സ്ട്രാൻഡ്സ് എടുത്തേച്ചാൽ മതി. അത് കൂടുതൽ തയ്ച്ചു പോയിട്ടുണ്ടെങ്കിൽ ചിലപ്പം ഒത്തിരി തിക്കായിട്ട് പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കും. ഇതുപോലെ സ്റ്റെം സ്റ്റിച്ച് അടുപ്പിച്ച് തയ്ക്കുക. അത് കഴിഞ്ഞിട്ട് ഉള്ളിലോട്ടും നമ്മൾ ഇതുപോലെ തന്നെ ഫില്ല് ചെയ്യുക. ഈ സ്റ്റാർച്ചുള്ള മെറ്റീരിയൽ തയ്ക്കാൻ കുറച്ചുകൂടെ ബുദ്ധിമുട്ടാകും. ചെക്ക് കോട്ട അല്ലെങ്കിൽ സിൽക്കി കോട്ട, സിൽക്ക് മെറ്റീരിയൽ, ടെസസ് സിൽക്ക് അങ്ങനെയുള്ള മെറ്റീരിയലൊക്കെ തയ്ക്കാൻ കുറച്ചുകൂടെ എളുപ്പമാണ്. ഓർഗൻസി ആണെങ്കിലൊക്കെ ഇത് കുറച്ച് സ്റ്റിഫായിട്ടിരിക്കണമുണ്ട്. നമുക്ക് സൂചി കുത്തിയെടുക്കാൻ കുറച്ചുകൂടെ ബുദ്ധിമുട്ടുണ്ടാകും. ചില സ്റ്റിച്ചസ് തയ്ക്കാൻ ഇത്തിരി ബുദ്ധിമുട്ടാണ്. നമുക്ക് കുറച്ച് തയ്ച്ചു കഴിയുമ്പോഴേക്കും കൈവേദന എടുക്കാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പോൾ ഇതുപോലെ നമുക്ക് സ്റ്റെം മുഴുവൻ ഫില്ല് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ ഈ ഒരു പോർഷൻ നമ്മൾ സ്റ്റെം സ്റ്റിച്ച് വെച്ച് തയ്ച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ഇവിടെയുള്ള പൂമ്പൊടി പോലെയുള്ള ഡോട്ട്സ് ആണ് നമ്മൾ തയ്ക്കാൻ പോകുന്നത്. അത് നമ്മൾ ഫ്രഞ്ച് നോട്ട് തന്നെയാണ്. അതും 6 സ്ട്രാൻഡ്സ് വെച്ചിട്ടാട്ടോ തയ്ക്കണേ, 3 സ്ട്രാൻഡ്സ് അല്ല. അപ്പോൾ ഞാൻ 3 സ്ട്രാൻഡ്സ് എടുത്തിട്ട് രണ്ടറ്റവും കൂടെ കൂട്ടിക്കെട്ടി 6 സ്ട്രാൻഡ്സ് ആക്കി വെച്ചേക്കുന്നതാണ്. അപ്പോൾ ഇതിൻ്റെ കളർ കോഡ് 290 ആണ്, യെല്ലോയുടെ കളർ കോഡ്. ഞാൻ ഒന്ന് ചുറ്റി താത്തണം. ഇത് 2 സൈഡിലും ഇതുപോലെ തന്നെ നമ്മൾ അടി കൂടെ തൊട്ടടുത്തായതുകൊണ്ട് അടി കൂടെ തന്നെ വലിച്ചെടുക്കുകയാണ്, കെട്ടൊന്നും ഇടുന്നില്ല. ഇതുവരെ നമ്മൾ ഫ്രഞ്ച് നോട്ട് തയ്ക്കണം. ഇപ്പം നമ്മൾ 3 സ്റ്റിച്ചായി ഇതിൻ്റെ അകത്ത് ചെയ്യണത്. ഇനി 2 സ്റ്റിച്ചും കൂടെ ഇതിൻ്റെ അകത്ത് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട് പെറ്റൽ ചെയ്യാൻ നേരത്ത്. അത് ഏതൊക്കെയാണെന്ന് നമുക്ക് കാണാം. ഇതുപോലെ നമ്മൾ ഫ്രഞ്ച് നോട്ട് ചെയ്ത് എടുക്കുക. അപ്പോൾ നമ്മൾ ഇനി പെറ്റൽസാണ് തയ്ക്കാൻ പോകുന്നത്. പെറ്റൽ തയ്ക്കാനായിട്ട് നമ്മൾ സാറ്റിൻ സ്റ്റിച്ചാണ് യൂസ് ചെയ്യുന്നത്. സാറ്റിൻ സ്റ്റിച്ച് തയ്ക്കാൻ നേരത്തെ ഞാൻ നേരത്തെ പറയാറുണ്ട് സെൻറ്ററിൽ നിന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യണമെന്ന്. അതുപോലെ തന്നെ ഇവിടെയും നമ്മൾ സെൻറ്ററിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യണത്. അപ്പോൾ ഈ ഒരു പെറ്റലാണ് തയ്ക്കുന്നത്. അപ്പോൾ തയ്ക്കുമ്പോൾ സെൻറ്ററിൽ എന്ന് പറഞ്ഞാൽ ഈ ഒരു പോർഷനിൽ നിന്നാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങുന്നത്. ഇവിടെ 3 സ്ട്രാൻഡ്സ് ആണ് യൂസ് ചെയ്യുന്നത്. ആങ്കർ ത്രെഡ് കോഡ് 47 ആണ്. റെഡ് കളർ ത്രെഡാണ്, ബ്രൈറ്റ് റെഡാണ്. അതിൻ്റെ അകത്ത് 47 ആണ് ആങ്കർ കളർ കോഡ്. അപ്പോൾ ഇത് കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ ഈ ഒരു സൈഡ് തയ്ച്ചു കഴിഞ്ഞിട്ട് മറ്റേ സൈഡിലോട്ട് പോകും. അപ്പോൾ ഇതിൻ്റെ താഴത്തെ പോർഷൻ, പെറ്റലിൻ്റെ താഴത്തെ പോർഷൻ ഈക്വലായിട്ടല്ല ഇരിക്കുന്നത്, ഇങ്ങനെ കയറി ഇറങ്ങിയൊക്കെ ആയിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ അത് ഒന്ന് നോക്കി വേണം തയ്ക്കാനായിട്ട്. അടുപ്പിച്ച് നല്ല തിക്കായിട്ട് ടൈറ്റ്ലി തന്നെ തയ്ക്കുക.
നമ്മൾ ഈ സൈഡ് കഴിഞ്ഞു അപ്പുറത്തെ സൈഡിലോട്ട് പോവുകയാണ്. ഇവിടെ ഒരു പ്രശ്നം വരുന്നത് ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് തയ്ച്ചു പോയാൽ നമുക്ക് ഫില്ല് ചെയ്യാനുള്ള ഗ്യാപ്പ് ഉണ്ടാവില്ല. അപ്പോൾ നമ്മൾ ഇടയ്ക്കിടയ്ക്കൊന്ന് ഉള്ളിലോട്ടൊക്കെ തയ്ക്കേണ്ട അവസ്ഥ വരും. ഞാൻ കാണിച്ചു തരാം. ഇപ്പോൾ ഇതിൻ്റെ അകത്ത് കണ്ടോ, നമ്മളിവിടെ ടൈറ്റ് തിക്കാക്കാൻ വേണ്ടിയിട്ട് ഇവിടുത്തെ വിടവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇടയിൽ നിന്ന് കുത്തിയൊക്കെയാണ് നമ്മൾ താത്തി ഫില്ല് ചെയ്തേക്കുന്നത്. എന്ന് വെച്ചാൽ കണ്ടിന്യൂസ് അടിയിൽ നിന്ന് തന്നെ കുത്തി മേളിൽ താത്തിയായിട്ടുണ്ടെങ്കിൽ ഈ ഒരു പെറ്റിൽ ഫില്ല് ചെയ്തെടുക്കാൻ പറ്റില്ല. അപ്പം നമ്മൾ ഫില്ല് ചെയ്യാനായിട്ട് ഇടയിൽ നിന്നൊക്കെ എടുക്കേണ്ട ആവശ്യം വരും. ഇനി അവിടെ നിന്ന് ഞാൻ പിന്നെ ഇങ്ങോട്ടേക്കാണ് വരുന്നത്. അപ്പോൾ ഈ ഒരു പെറ്റിൽ തയ്ക്കാൻ നേരത്ത് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം. അത് ഇനിയിപ്പോൾ ഈ ഒരു ഏരിയ നോക്കും, മേളിൽ ഇത്രയും പോർഷനുണ്ട്, താഴെ ആകെ ഇത്രയും പോർഷനേ ഉള്ളൂ. അപ്പോൾ ഇത് ഫില്ല് ചെയ്യാൻ നേരത്ത് അതുപോലെ ഇടയിലൊക്കെ താത്തിയിട്ട് വേണം നമുക്ക് ഫില്ല് ചെയ്തെടുക്കാൻ പറ്റുള്ളൂ. അതൊക്കെ സാറ്റിൻ സ്റ്റിച്ച് തയ്ക്കാൻ നേരത്ത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. വിടവ് വരാൻ പാടില്ല, എന്നാൽ ടൈറ്റ്ലി പാക്ഡ് ആയിട്ട് തന്നെ ഇരിക്കുകയും വേണം. ഓവർലാപ്പ് ചെയ്ത് വരുകയും പാടില്ല. അപ്പോൾ അതെങ്ങനെ ചെയ്യണം എന്നുള്ളത് നമ്മളൊന്ന് ശ്രദ്ധിച്ച് വേണം തയ്ക്കാനായിട്ട്. അപ്പോൾ നമ്മൾ ഈ ഒരു പെറ്റൽ ഇതുപോലെ തയ്ച്ച് തീർത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ബാക്കിയുള്ള പെറ്റൽസ് എല്ലാം നമുക്ക് ഇതുപോലെ തന്നെ സാറ്റിൻ സ്റ്റിച്ച് വെച്ച് തയ്ച്ചെടുക്കാം. അപ്പോൾ നമ്മൾ സാറ്റിൻ സ്റ്റിച്ച് വെച്ചിട്ട് ഫുൾ പെറ്റൽസും തയ്ച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഈ ഫ്ലവറിന് കുറച്ചുകൂടെ ഭംഗി കൂട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഈ ഒരേ പെറ്റലിൻ്റെയും പുറത്തേക്കൂടെ ഔട്ട്ലൈനായിട്ട് ഫുള്ളും ഇല്ല, ഈ മേൽഭാഗം മാത്രം നമ്മൾ ബ്ലാങ്കറ്റ് സ്റ്റിച്ച് തയ്ക്കും. അപ്പോൾ ഈ സെയിം കളർ ത്രെഡ് 3 സ്ട്രാൻഡ്സ് തന്നെ യൂസ് ചെയ്തിട്ടാണ് തയ്ക്കുന്നത്. ഇതെന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ ഒരു കോർണറിൽ നിന്ന് ഇവിടെ നിന്ന് നമ്മൾ എടുക്കുകയാണ്. കുറച്ച് തൊട്ടടുത്ത് തന്നെയായിട്ട് എടുത്തിട്ട് കുറച്ച് സാറ്റിൻ സ്റ്റിച്ച് വെച്ച് കുറച്ച് ത്രെഡ് മാറ്റി വെച്ചിട്ട് ഇങ്ങനെ എടുത്തിട്ട് ഇതിൻ്റെ എന്തോരം താഴ്ത്തി എടുക്കണം എന്നുള്ളതെന്ന് ചിലപ്പോൾ ടിപ്പിൽ നിന്ന് തന്നെ എടുക്കണമെങ്കിൽ ടിപ്പിൽ നിന്ന് അത്ര മേലിൽ നിന്ന് തന്നെ എടുക്കണ്ട, കുറച്ച് താഴത്തു നിന്ന് മേലിലോട്ട് എവിടെയാണ് ഡിസൈൻ അവിടെ അങ്ങോട്ട് ഇങ്ങനെ എടുക്കുക. അങ്ങനെ ബ്ലാങ്കറ്റ് സ്റ്റിച്ച് തയ്ക്കുക. അപ്പോൾ എന്താ വരുന്നതെന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു പാർട്ടീഷൻ പോലെ ഈ പെറ്റലിൻ്റെ ഇടയ്ക്ക് വരും. ഒരു ചുളിവോ എന്താ ഒരു ഒറിജിനാലിറ്റിയൊക്കെ ഫീൽ ചെയ്യിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ കുറച്ച് ഡിസ്റ്റൻസ് വിട്ടിട്ട് ഒരു 2 വട്ടം അല്ലെങ്കിൽ 3 നൂല് എടുത്ത് മാറ്റി വെച്ചിട്ട് വേണം ഇത് ചെയ്യാനായിട്ട്. വീണ്ടും ഇതുപോലെ തന്നെ എടുക്കുകയാണ് ബ്ലാങ്കറ്റ് സ്റ്റിച്ച്. ഒത്തിരി പൊക്കി എടുക്കരുത്. ആ പെറ്റൽ എവിടെയാണോ തയ്ച്ച് തീരുന്നത് അവിടെ തന്നെ ഇതും തീർക്കണം. അപ്പോൾ കണ്ടോ, ഇങ്ങനെ ഒരു പാർട്ടീഷൻസ് വരുന്നതാണ്. അപ്പോൾ കുറച്ചുകൂടി ഒരു ഭംഗി കൂട്ടും. അത് ചുമ്മാ സാറ്റിൻ സ്റ്റിച്ച് തന്നെയായിട്ട് ഇരിക്കുന്നതിനേക്കാളും നല്ലത് ഇങ്ങനെ. അപ്പോൾ ഇതുവരെ ബ്ലാങ്കറ്റ് സ്റ്റിച്ച് തയ്ക്കാനായിട്ട് ഈ തയ്ച്ചതിൻ്റെ ഇടയിൽ കൂടെ ഇങ്ങനെ കുത്തി കൃത്യം ആ പോയിൻറ്റിലൊക്കെ കിട്ടണമെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ ഓർഗൻഡി മെറ്റീരിയലിൽ ഇത്തിരി തയ്ക്കാൻ ബുദ്ധിമുട്ടുണ്ടാകും, ഫീൽ ചെയ്യും. നമുക്ക് കൈ കുറച്ച് തയ്ക്കുമ്പോഴും വേദന എടുക്കാൻ തുടങ്ങും. ഇപ്പം നമ്മൾ ഈ ഒരു പെറ്റൽ തയ്ച്ച് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു പെറ്റലിൽ ഇങ്ങനെ ബ്ലാങ്കറ്റ് സ്റ്റിച്ച് തയ്ച്ചതും തയ്ക്കാതെയുള്ള ഡിഫറൻസ് നമുക്ക് കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ട് അല്ലേ. ഇവിടെ ഒരു പാർട്ടീഷനൊക്കെ വന്ന് ഇങ്ങനെ വരുന്നുണ്ട്, ഇവിടെ അതൊന്നുമില്ല, സിമ്പിളായിട്ടിരിക്കുന്നു. ഈ ഒരു പാർട്ടീഷൻ വരുമ്പോൾ കുറച്ചും കൂടെ ഒരു വ്യത്യാസമുണ്ട് പെറ്റലിന്. അങ്ങനെ ബാക്കിയുള്ള എല്ലാ പെറ്റലിൻ്റെയും ഇവിടുന്ന് മുതൽ സ്റ്റാർട്ട് ചെയ്യേണ്ട, മേൽഭാഗം മാത്രം തയ്ച്ചാൽ മതി. എല്ലാ പെറ്റലിൻ്റെയും മേൽഭാഗം മുഴുവനും ഇങ്ങനെ ബ്ലാങ്കറ്റ് സ്റ്റിച്ച് വെച്ച് തയ്ക്കുക.
അപ്പം അങ്ങനെ തയ്ച്ചു കഴിഞ്ഞ ഫ്ലവറാണിത്. ഫുള്ളും ബ്ലാങ്കറ്റ് സ്റ്റിച്ച് പുറമേ കൂടെ തയ്ച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്ത് നമ്മൾ യൂസ് ചെയ്തിരിക്കുന്ന സ്റ്റിച്ച് ഫിഷ് ബോൺ ഉണ്ട്, സാറ്റിൻ ഉണ്ട്, ബ്ലാങ്കറ്റ് സ്റ്റിച്ച് ഉണ്ട്, സ്റ്റെം സ്റ്റിച്ച്, ഫ്രഞ്ച് നോട്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ അകത്ത് നമ്മൾ 1 2 3 4 കളേഴ്സാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു കുഞ്ഞ് ഡിസൈനിന് 4 കളറും 5 സ്റ്റിച്ചുമാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. തയ്ച്ച് തീരാൻ ഒരു ഓൾമോസ്റ്റ് 2 hours അടുത്ത് എടുക്കും നമ്മൾ അതൊന്ന് തയ്ച്ച് തീരാനായിട്ട്. അപ്പോൾ ഇങ്ങനെയാണ് ഇന്നത്തെ ഒരു ഡിസൈൻ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. സാധാരണ റോസാപ്പൂ അല്ലെങ്കിൽ കുഞ്ഞു കുഞ്ഞു പൂക്കളൊക്കെയാണ് എപ്പോഴും നമ്മൾ കാണാറ്. ഇതൊരു വേറിട്ടൊരു ഡിസൈൻ പാറ്റേൺ ആണ്. അപ്പോൾ ഇതിൻ്റെ ബ്ലൂ പ്രിൻ്റ് അവസാനം ഞാൻ കാണിക്കുന്നതായിരിക്കും. അപ്പോൾ ആവശ്യമുള്ളവർ സ്ക്രീൻഷോട്ട് ചെയ്ത് എടുത്തേച്ചാൽ മതി. ഇപ്പം ഞാൻ അതിൻ്റെ വിഡ്ത്തും ഹൈറ്റും എല്ലാം പറഞ്ഞു തരണം. നിങ്ങൾക്ക് എല്ലാവർക്കും എളുപ്പമായിരിക്കും എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ ഈ ഒരു പാറ്റേണും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. അടുത്ത ദിവസം മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും ബൈ.